ഭാര്യ എന്താ പണി? ഞാൻ ചോറ് വയ്ക്കാൻ പോവാണ്. നമുക്ക് ഗുരുവായൂരൊക്കെ പോയല്ലോ. അതെ, എന്നിട്ട് വന്നിട്ട് ചോറ് വയ്ക്കാം. അത് മതിയില്ലേ? അതിപ്പോ നല്ല വൈശാഖ മാസം കൂടിയിട്ടാ. വൈശാഖ മാസം വൈശാഖ മാസം വെച്ചാൽ ഞാനിപ്പോ യൂട്യൂബിലൊക്കെ കേട്ടുള്ളതാണ്. വെച്ചാല് നമ്മുടെ കൃഷ്ണനും ലക്ഷ്മി ദേവിയൊക്കെ ഭൂമിയിലേക്ക് വരിക എന്നൊക്കെയാണ് പറയണത്. എന്തായാലും പോയി നോക്കിയൊക്കെ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെ അല്ലേ? അപ്പൊ നമുക്ക് പോവാം. ശരി. അപ്പൊ നമ്മളങ്ങനെ ഗുരുവായൂരെത്തി. ഇനിയിപ്പോ ഇവിടത്തെ തിരക്ക് കണ്ടുകഴിഞ്ഞാലാണ് അതിന്റെ ഏറ്റവും വലിയ രസം. നല്ല തിരക്കുള്ള ദിവസമാണ്. പിന്നെ ഇപ്പൊ വൈശാഖ മാസം കൂടിയല്ലേ? അല്ല, എനിക്ക് ഈ വൈശാഖ മാസം നമ്മളിപ്പോ കർക്കിടകം പഞ്ഞി തുലാമൊക്കെ കിട്ടുന്നില്ല. ഈ വൈശാഖ മാസം ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ വൈശാഖ മാസത്തെ കുറിച്ച് ഭാര്യയ്ക്ക് അറിയാമെന്ന് വെച്ചെങ്കിൽ പറഞ്ഞേ. കേട്ടറിവാണ് കേട്ടോ, എനിക്ക് കറക്റ്റ് ഒന്നും അറിയില്ല. ഈ വൈശാഖ മാസത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പുണ്യങ്ങൾ ചെയ്യുന്നത് നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് തിരിച്ചു കിട്ടും. അതായത് ഇപ്പൊ നമ്മള് നല്ലതാ ചെയ്യണമെങ്കിൽ നല്ലത് ഇരട്ടി നമുക്ക് കിട്ടും. നമ്മള് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ഇരട്ടി നമ്മള് ചെയ്യില്ല. അതല്ല, അങ്ങനെ ചെയ്യണവർക്ക് അതിനിരട്ടി ദോഷം അവർക്ക് തിരിച്ചു കിട്ടുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യണു അതിനിരട്ടി നമുക്ക് കിട്ടുന്നു. തൊഴാനുള്ളതിന്റെ ക്യൂവ്. പക്ഷെ നമ്മളാ സെന്ററിൽ നിന്നിട്ട് നമുക്ക് ഗുരുവായൂരപ്പനെ നന്നായിട്ട് കാണാൻ പറ്റിയിട്ടാ. പക്ഷെ തൊഴാൻ നിൽക്കുന്നത് ദേവീരമ്പലത്തിന്റെ ഉള്ളിൽ കൂടെ കയറാനുള്ള വരിയല്ലേ? അതെ. പക്ഷെ അവിടുത്തെ വരി ഭയങ്കര വരിഞ്ഞാട്ടാ. പക്ഷെ അതല്ല, എന്നാല് നമുക്ക് അവിടെ ഫ്രണ്ടില് വന്നാലും ഗുരുവായൂരപ്പനെ ഉള്ളില് കാണുന്നേക്കാളും നന്നായിട്ട് കാണാൻ പറ്റിയെന്ന്. എന്തായാലും വന്നത് നന്നായിട്ടാ. നമ്മള് ഈ തിരക്കില് കാണാൻ തീരെ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പനെ. പക്ഷെ ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതില് കാണണം നിറച്ചായിരുന്നു ലൈൻ അന്നദാനത്തിന്റെ. ക്യൂ കഴിഞ്ഞു ദേവീരമ്പലത്തിലത്തെ. ഇത് അന്നദാനത്തിനുള്ളത്. എന്താല്ലേ എവിടുന്നൊക്കെയാ കൃഷ്ണനെ കാണാൻ വരുന്നത് ആൾക്കാര്. അല്ല, ഈ അന്നദാനത്തിന്റെ തിരക്ക് ഇപ്പൊ തുടങ്ങി കഴിഞ്ഞത് ഒരു 9:30 ആകുമ്പോഴേക്കും എന്തായിരിക്കും അതിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ യൂട്യൂബിൽ കണ്ടത്. ഒരുപാടുണ്ട്. ഈ ചേട്ടനെ കണ്ടുപരിച്ചിട്ടുണ്ടോ? ആ ചേട്ടനെ കണ്ടുപരിച്ചിട്ടുണ്ടോ? ആ ചേട്ടനൊരു കണ്ടുപരിച്ചിട്ടുണ്ട്. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന അന്നദാനം എന്ന് പറയുന്നത് ഉച്ചത്തെ ഭക്ഷണമല്ല, കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തിരക്കാ. അതെയോ? കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ശരി. പക്ഷെ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റ്. അതിപ്പോ വൈശാഖ മാസമായ കാരണമാണ്. വൈശാഖ മാസമായ കാരണം സ്പെഷ്യൽ ആയിട്ട് നടത്തുന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ ആണ്. ശരി. അത്രമാത്രം ആൾക്കാരാണ് ഈ വരുന്നത്. ഇപ്പൊ നോക്കി അന്നദാനത്തിന്റെ അവിടെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും എന്താ അവിടെ റഷ് കയറിയില്ലേ? മുകളിലേക്ക് പോണില്ല കേട്ടാ. ഉച്ചക്ക് ആകുമ്പോഴാണ് മുകളില് പോയാലേ അത് തിരക്ക് കൂടുമ്പോഴാണ് മുകളിലേക്ക് വിടുന്നത്. അത്രയും ആൾക്കാരനെ കൺജസ്റ്റഡ് ആവാണ്ടിരിക്കാൻ വേണ്ടി. ശരി. ഈ നടപ്പന്തലൊക്കെ വന്നുകൊണ്ട് വളരെ ഉപകാരം അല്ലേ? ആൾക്കാർക്ക് ഒരുവിധമൊക്കെ കാല് കൊള്ളാണ്ട് ചുറ്റും നടക്കാൻ പറ്റും. പടിഞ്ഞാറ് നടപ്പന്തലിലെ തിരക്കല്ലേ? പടിഞ്ഞാറ് നടവഴി കയറാനുള്ള തിരക്ക് കണ്ടില്ലേ അല്ലേ? എളുപ്പമില്ലാത്ത നല്ല തിരക്കാ. അപ്പോ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇന്ന് ഗുരുവായൂർ വിശേഷമാണ് കേട്ടോ. ഇന്നത്തെ ഗുരുവായൂർ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.